ന്റെ വിലാപങ്ങൾ, ഡൽഹി ഗാഥകൾ തുടങ്ങിയവ പ്രധാന കൃതികളിൽ ചിലതു മാത്രം. ഒട്ടനവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ്, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം, കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ബഷീർ അവാർഡ്, തകഴി അവാർഡ് തുടങ്ങിയവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള അനുഭവജ്ഞാനം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ട ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, വേദിയിൽ ഒരുപാട് പേർ സന്നിഹിതരാണ്. ചിലരൊക്കെ എനിക്കറിയാം, മറ്റു ചിലർ ആദ്യമായിട്ട് കാണുകയാണ്. ഡോക്ടർ മാധവൻകുട്ടി വാര്യറുണ്ട്, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. പിന്നെ സദസ്സിലും ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതൊരു ആയുർവേദ ഡോക്ടർമാരുടെ ഒരു മഹാസംഗമമാണിത്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയധികം ആയുർവേദ ഡോക്ടർമാർ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് വാസ്തവത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യം ആയുർവേദമാണ്. ആയുർവേദത്തിന് ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാലമാണിത്. അപ്പം ഞാൻ ഒരു ആയുർവേദ പരിസരത്തിലാണ് എൻ്റെ യുവത്വം ചിലവഴിച്ചത്. അതായത് ഞാൻ ഡൽഹിയിൽ പോകുന്ന കാലത്ത് അവിടെ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ഒരു ശാഖയുണ്ടായിരുന്നു. പിന്നെ ഡൽഹി സൗത്ത് എക്സ്റ്റൻഷനിൽ. അപ്പം അവിടെ സുഖക്കേട് ഇല്ലെങ്കിലും രോഗമൊന്നും ഇല്ലെങ്കിലും ഞാൻ വെറുതെ പോകുമായിരുന്നു. അത് കാരണം അവിടെ പോകുമ്പോൾ ഒരു മനസ്സിനൊരു സാന്ത്വനം, ഒരു ശാന്തി ലഭിക്കുമായിരുന്നു. അതാണ് ഈ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത. അത് എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ആയുർവേദം വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ചികിത്സിക്കുന്ന ഒരു മെഡിക്കൽ സിസ്റ്റമാണെന്നുള്ളത്. അപ്പം മറ്റ് അലോപ്പതിയൊക്കെ നമ്മുടെ ശരീരത്തെയാണ് ചികിത്സിക്കുന്നത്. അലോപ്പതിയെ കുറ്റം പറയല്ല, നടൻ ശ്രീനിവാസൻ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനിങ്ങനെ പറയുന്നില്ല. പക്ഷേ ആയുർവേദം ആത്മാവിനെ കൂടി ചികിത്സിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്രയും പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഡൽഹിയിലുള്ള കാലത്ത് പിന്നെ അവിടെ എനിക്ക് ആയുർവേദ ഡോക്ടറുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്കെല്ലാം അറിയാം, സുധാ അശോകൻ, ഡോക്ടർ സുധാ അശോകൻ, മാതൃഭൂമിയുടെ പിന്നെ അവിടുത്തെ ബ്യൂറോ ചീഫ് അശോകൻ്റെ പിന്നെ ഭാര്യയാണ്. അവരവിടുത്തെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരടുത്ത് പോകും. പിന്നെ ഇപ്പം നാട്ടിൽ വന്നപ്പോൾ പിന്നെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, ഒരു യുവ ആയുർവേദ ഡോക്ടർ. അത് ഡോക്ടർ ദേവി കൃഷ്ണനാണ്, കോട്ടക്കൽ. ഇവിടെ ഇരിപ്പുണ്ടാകും. ഞങ്ങൾ ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കും, പിന്നെ അതിൽ കൂടുതൽ സാഹിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു പരിസരം എൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചതിനോട്, നിങ്ങൾക്ക് എന്താ കാര്യം അവിടെ? ആയുർവേദ ഡോക്ടർമാരുടെ ഈ സംഗമത്തിലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആയുർവേദം എന്ന് പറഞ്ഞാൽ സംസ്കാരം കൂടിയാണ്. അതൊരു മെഡിക്കൽ സിസ്റ്റം മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് അവിടെ എഴുത്തുകാർക്ക് എപ്പോഴും ഒരിടമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതാണ്, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ആയുർവേദ ഡോക്ടർമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക മുന്നേറ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഒരു ആയുർവേദ കേന്ദ്രങ്ങളിൽ ഒരു ആയുർവേദ ഡോക്ടറുണ്ടാകും. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതുകൊണ്ട് ആയുർവേദം കേട്ടപ്പോൾ തന്നെ എന്തൊരു നല്ലൊരു മണം വരുന്നുണ്ട്. കുഴമ്പിൻ്റെയോ തൈലത്തിൻ്റെയോ ഒക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു മണമാണ്.
വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു മണം. അതുകൊണ്ട് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കരളിനെ കുറിച്ചാണ് പിന്നെ ഇന്ന് രാവിലത്തെ ചർച്ച എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാമിൽ കണ്ടു. അത് വളരെ നന്നായി. കാരണം കരൾ ആണ് നമ്മളെപ്പോഴും പറയുമല്ലേ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും നീ എൻ്റെ കരളാണെന്നല്ലേ നമ്മൾ പറയുക. ഇഷ്ടപ്പെടുന്നവരെ നീ എൻ്റെ കരളാണെന്ന്. അത് അമ്മ മകനോടും മകളോടും പറയും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയും, അല്ലെങ്കിൽ കാമുകൻ കാമുകയോട് പറയും നീ എൻ്റെ കരളാണെന്ന്. അപ്പോൾ കരൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് രാവിലെ. പിന്നെ അതുകൊണ്ട് ചർച്ച പുരോഗമിക്കട്ടെ. പിന്നെ നമ്മൾ വലിയൊരു ഒരു പരിണാമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം പലരും പറയുന്നുണ്ട് പിന്നെ ആയുർവേദത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ്. 5000 വർഷം മുമ്പ് രൂപം കണ്ട ഒന്ന് അതിന് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് എന്താണ് പ്രസക്തി എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പിന്നെ അലോപ്പതി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പിന്നെ മോഡേൺ പിന്നെ മെഡിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ വികസിച്ച് വന്നത് ലബോറട്ടറികളിലാണ്. പക്ഷെ ആയുർവേദം വികസിച്ചത് അനുഭവങ്ങൾ കൂടിയാണ്, മനുഷ്യാനുഭവങ്ങൾ കൂടിയാണ്. അത് 5000 വർഷമായിട്ടുള്ള ഈ അനുഭവങ്ങളാണ്. വാസ്തവത്തിൽ 5000 വർഷമായിട്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന, മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കുന്ന ഒന്നാണ് ആയുർവേദം. ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് ലോകം തിരിച്ചറിഞ്ഞോന്ന് എനിക്കറിയില്ല. 5000 വർഷമായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആയുർവേദത്തിന് ഇന്ന് പിന്നെ ഭീഷണിയുണ്ടെന്ന് ആളുകൾ പറയുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. അത് ഈ അൽഗോരിതങ്ങളുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഈ കാലത്ത് ആയുർവേദം പോലുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റങ്ങൾക്ക് പിന്നെ ഭീഷണിയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. ഇപ്പോഴും പലപ്പോഴും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇതുപോലുള്ള ആയുർവേദങ്ങൾ, യോഗ, അതൊക്കെ ആധുനിക മനുഷ്യന് സഹായമായിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് നമ്മൾ യോഗയുടെ കാര്യം എടുക്കാം. പണ്ടെല്ലാം യോഗ ആളുകൾ പറഞ്ഞിരുന്നത് അത് സന്യാസിമാരുടേതാണ്. അത് സന്യാസിമാരുടേതാണ്. ഈ ആധുനിക കാലത്ത് യോഗ അതിനെന്ത് പ്രസക്തിയാണുള്ളതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത്. ഇപ്പം ഈ പാശ്ചാത്യ നാടുകളിൽ, ഇപ്പം അമേരിക്കയിൽ, യൂറോപ്പിലൊക്കെ ഒരുപാട് അസ്വസ്ഥതകളുടെ ഒരു കാലമുണ്ടായിരുന്നു. ഏകദേശം 50 വർഷം മുമ്പ്. അതായത് ഈ 2ാം ലോക മഹായുദ്ധം, പിന്നെ ഈ ആധുനിക മുതലാളിത്ത വ്യവസ്ഥിതിയുടെ വികസനം, ഇതൊക്കെ കാരണം അവിടെ ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളുണ്ടായിരുന്നു ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ. പിന്നെ അവരുടെ ശരീരം സമ്പന്നമായിരുന്നു. അവരുടെ ശരീരം കാരണം അവർ നല്ല ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ കഞ്ഞി കുടിക്കുന്നവരായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ചോറ് തിന്നത് 2 നേരവും. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് കഞ്ഞിയായിരുന്നു, ചോറ് ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ ആ കാലത്ത് ഈ പാശ്ചാത്യ നാടുകളിൽ അവർ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു. പക്ഷേ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ ശരീരം സമ്പന്നമായി, ശരീരം പുഷ്ടിപ്പെട്ടു. പക്ഷെ ഇവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആത്മാവ് അങ്ങനെ സമ്പന്നമായിരുന്നില്ല. അവരുടെ ആത്മാവിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു, ഒരുപാട് അസ്വസ്ഥതകൾ. അപ്പം അവരെന്നിട്ട് ഈ അസ്വസ്ഥതകളിൽ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം പെട്ടത് യോഗയിലാണ് അത് കണ്ടെത്തിയത് അവർ. അങ്ങനെയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ യോഗ പഠിപ്പിക്കാൻ തുടങ്ങിയത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണത്. അമേരിക്കയിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള പിന്നെ കാലിഫോർണിയ സർവകലാശാലയിൽ അവർ യോഗ പഠിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കാരണം അതിൽ യോഗയിലാണ് അവസാനം അവർ മനഃശാന്തി കണ്ടെത്തിയത്. അപ്പം അതുപോലെ ആയുർവേദത്തിലും നമ്മൾ കണ്ടെത്തും. ആയുർവേദത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ, ഈ ആയുർവേദത്തിലാണ് നമ്മുടെ ഭാവി എന്ന് പോലും നമുക്ക് പറയാം. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സംസ്കാരമാണ്. അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ഒന്നാണ്. പ്രകൃതിയാണത് ആയുർവേദം. ഞാൻ നിങ്ങളോട് ആയുർവേദത്തെക്കുറിച്ച് പറയാൻ എനിക്ക് മടിയുണ്ട്. നിങ്ങൾ ആയുർവേദം ഡോക്ടേഴ്സാണ്. പക്ഷെ എൻ്റെ അറിവിൽ ആയുർവേദം എന്നുള്ളത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണത്.
അത് പ്രകൃതിയിൽ നിന്ന് ഒരു വിച്ഛേദം സംഭവിച്ച ഒന്നല്ല, പ്രകൃതിയിൽ വേർപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണല്ലോ എല്ലായിടത്തും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തൊക്കെ ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചു, അവർ അത്ഭുതകരമായ പ്രവർത്തനം നടത്തുന്നുണ്ട് അവിടെ ഡൽഹിയിൽ. അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇതുപോലുള്ള ആയുർവേദ പോലെയുള്ള സിസ്റ്റം അതിനെ അങ്ങനെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ആയുഷ് മിനിസ്ട്രിയിൽ അത് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധിയായിട്ട് അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആയുർവേദത്തെ കുറെ കൂടി വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയൊന്നും ഒരിക്കലും ആയുർവേദത്തിന് ഭീഷണിയാണെന്ന് ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ചാണ് അത് നമ്മളെ ആയുർവേദത്തെ കൂടുതൽ സമ്പന്നമാക്കുകയുള്ളൂ, അതിന് പുതിയ പുതിയ സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു അവസരമാണിത്. പക്ഷേ ഈ അൽഗോരിതങ്ങളെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയോ ഒന്നും നമ്മൾ എതിരാളികളായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പം ഞങ്ങൾ എഴുത്തുകാരെ പോലും ഉണ്ടല്ലോ, എഴുത്തുകാർക്ക് സത്യം പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരു ഭീഷണിയാണ്, അതേസമയത്ത് തന്നെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എപ്പോഴും ഒരു എഴുത്തുകാരന് ഒരു നോവൽ എഴുതണമെങ്കിൽ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ചാറ്റ് ജി പി ടിയിൽ പോയി കഴിഞ്ഞാൽ വിഷയം കൊടുത്താൽ മതി, അത് നോവൽ എഴുതരും കേട്ടോ. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഈ നിർമ്മിത ബുദ്ധി എഴുതിയിട്ടുള്ള നോവലുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ. അപ്പോഴും വായനക്കാർക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് എഴുത്തുകാരൻ എഴുതിയത്, ഏതാണ് നിർമ്മിത ബുദ്ധി എഴുതിയെന്നുള്ളത് വായനക്കാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അവിടുത്തെ പല പ്രസാധകരും ഒരു എഴുത്തുകാരനായിട്ട് കോൺട്രാക്റ്റ് ഒപ്പിടുമ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് അവർ, ഒരു ആർട്ടിക്കിൾ. അത് പറയുന്നത് എഴുത്തുകാരൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ്, അതായത് ഞാൻ തന്നെ എഴുതുകയാണെന്നുള്ളത്. അപ്പം ഞാനൊരു നോവൽ എഴുതി പ്രസാധകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തണം ഇത് ഞാൻ തന്നെയാണ് എഴുതിയെന്നുള്ളത്, അല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതി അല്ല എന്നുള്ളത്. എന്നിട്ടിപ്പോൾ അവർ ചെയ്യുന്നത് അവിടെ ഒരു നോവൽ ഇറക്കുമ്പോൾ അതിൻ്റെ കവറിൽ അവർ ഒരു ചെറിയൊരു ലോഗോ പോലെ ഒന്നുണ്ട്, അതിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അത് മനുഷ്യ നിർമ്മിതി അല്ല മനുഷ്യനിർമ്മിതം എന്നുള്ളത്. അതായത് നോവലിൻ്റെ പുറംചട്ടയിൽ എഴുതിച്ചിരിക്കണം ഇത് മനുഷ്യനാണ് എഴുതിയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതേ സമയത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് എഴുത്തുകാർക്കെന്നല്ല എല്ലാ മേഖലകളിലും നമുക്ക് ഒരുപാട് സഹായകവുമായിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദം, യോഗ, അതൊക്കെ ഈ ഏറ്റവും പുതിയ കട്ടിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോഴും അതുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ, ഏറ്റുമുട്ടലുണ്ട്. പാരമ്പര്യങ്ങളും ആധുനികതയും നമ്മൾ ഒരു ഏറ്റുമുട്ടലുകളുണ്ട്. ആ ഏറ്റുമുട്ടലുകളെ നമ്മൾ നെഗറ്റീവായിട്ട് കാണാതെ നേരെ മറിച്ച് അതിൽ നിന്ന് നമുക്ക് എന്തുമാത്രം പഠിക്കാൻ കഴിയും, എന്തുമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അത് ആയുർവേദ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മാത്രമല്ല, എഴുത്തുകാരും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളിടയിലാണ് നമ്മുടെ ഈ സംഗമം, ഈ ആയുർവേദ ഡോക്ടർമാരുടെ സംഗമം. അപ്പം നിങ്ങളുടെ ഇവിടെ വരാനും നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സാഹിത്യത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡോക്ടർ വിഷ്ണു നമ്പൂതിരി അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാഹിത്യം മുമ്പോട്ട് പോകുന്നുണ്ട്.
പിന്നെ ഈ ഒരു കാലത്തും എഴുത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ലോകം വായിക്കുന്ന ഒരു നോവലുണ്ട്. പിന്നെ ഇതാണ് പിന്നെ ഒരു ലൈബ്രറിയെ കുറിച്ചുള്ള കഥയാണ്, അല്ലെങ്കിൽ ഒരു ജാപ്പാനീസ് നോവൽ. പിന്നെ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ബുക്ക് ഷോപ്പ്. അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ്. അതിൽ പറയുന്നത് വായനയുടെ പിന്നെ എങ്ങനെയാണ് വായന നമ്മളെ സംരക്ഷിക്കുന്നത്, വായന എങ്ങനെ നമ്മളെ പിന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് സാന്ത്വനം തരുന്നത് എന്നുള്ള ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു നോവലാണ്. അങ്ങനെയുള്ള പിന്നെ വായന എപ്പോഴും ഒരുപാട് വായനയെക്കുറിച്ച് നോവലുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അത് അത്ഭുതമാണ്. നമ്മൾ വിചാരിച്ച് വായന അവസാനിച്ചെന്നുള്ളതാണ്, പുസ്തകം ഇനി ഉണ്ടാകില്ലെന്ന്. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതായത് പിന്നെ ഇപ്പം ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് പിന്നെ ഞങ്ങളുടെയൊക്കെ പുസ്തകം 1000 കോപ്പിയാണ് അടിക്കുക. ആദ്യത്തെ എഡിഷൻ എന്ന് പറഞ്ഞാൽ 1000 കോപ്പിയാണ്. പിന്നീട് അത് വിറ്റ് കഴിയണമെങ്കിൽ പലപ്പോഴും 1 വർഷമോ 2 വർഷമൊക്കെ എടുക്കും. അപ്പോഴാണ് രണ്ടാം പതിപ്പ് വരുന്നത്. ഇപ്പോഴും ആദ്യത്തെ തന്നെ പിന്നെ പതിപ്പ് തന്നെ പലപ്പോഴും 10,000 അല്ലെങ്കിൽ 15,000 20,000 കോപ്പികളൊക്കെയാണ് അടിക്കുന്നത്. 1000 കോപ്പി അടിക്കുന്ന സ്ഥാനത്ത് ഇപ്പം 15,000 20,000 കോപ്പികൾ അടിക്കുന്നു. അതൊക്കെ വിറ്റുപോകുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയധികം പിന്നെ മലയാളികൾ ഇന്ന് പുസ്തകം വായിക്കുന്നുണ്ട്. എല്ലായിടത്തും ആളുകൾ വായിക്കുകയാണ്. പലപ്പോഴും ഇപ്പം ഇവിടെ തന്നെയാണ് ഞാൻ സന്തോഷിപ്പിക്കുന്നത്, ആരുടെ കയ്യിലും മൊബൈൽ ഫോണില്ല എന്നുള്ളതാണ്. മറ്റ് പലപ്പോഴും പല സാഹിത്യ സമ്മേളനങ്ങളിലും ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴും ഞാൻ നോക്കുമ്പോഴും എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളാരും ഇങ്ങനെ മൊബൈൽ നോക്കുന്നത് കാണുന്നില്ല. സന്തോഷം. അത് തന്നെ നിങ്ങളുടെ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മൊബൈലുകൾ നോക്കുന്ന ആ കാലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ കുതിറി മാറി പുസ്തകം വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പുസ്തകം ഒരുപാട് പേര് വായിക്കുകയാണ്, ഒരുപാട് പുസ്തകങ്ങൾ വിറ്റുപോവുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. അത് വളരെ ഒരു ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ സാഹിത്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, പിന്നെ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. പൊതുവെ ഞാൻ സംസാരപ്രിയനല്ല. വല്ലപ്പോഴും എൻ്റെ പ്രസംഗം എന്നൊക്കെ പറയുന്നതിൻ്റെ ദൈർഘ്യം 20 മിനിറ്റാണ്. 20 മിനിറ്റിൽ കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങളെന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഞാൻ 20 മിനിറ്റിൻ്റെ അതിനെ മറികടക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നു. കാരണം അതല്ല, സാഹിത്യമല്ല ഇവിടെ നമുക്ക് സംസാരിക്കേണ്ടത്, നമുക്ക് ആയുർവേദമാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യമാണ്. മനുഷ്യൻ്റെ ശരീരം പിന്നെ രോഗാതുരമാണ്, മനസ്സ് അതിൽ കൂടുതൽ രോഗാതുരമാണ്. ഈ കാലത്ത് നമുക്ക് ആയുർവേദം ആവശ്യമാണ്. ആയുർവേദത്തിൽ നമ്മൾ മോചനം കാണണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്കിങ്ങനെ ഇവിടെ വരാനും നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും പിന്നെ ഒരവസരം നൽകിയതിന് ഈ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.